ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് മാരേജ് ഫങ്ഷൻസ് ഒക്കെ പോകാനുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ടി ഒരുങ്ങണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിതാണ്ട് മുഖമൊക്കെ കഴുകിയിട്ട് തുടച്ച് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസറാണ്. ഇതാണ്ട് മേക്കപ്പ് ബാഗ്സ് ഒക്കെ. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്തു. ഇന്ന് ഒരു പാരിഷാളിൽ ഒരു മാരേജ് ഉണ്ട്, ചാത്തൻകോട്ട് നട. പിന്നെ അമ്മയുടെ മാമൻ്റെ മോൻ്റെ മാരേജിൻ്റെ തലേ ദിവസമാണ് ഇന്ന്. ഞങ്ങൾക്ക് 2 സ്ഥലത്തും പോകേണ്ടതുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ പാരിഷാളിൽ ആ മാരേജിന്, അത് പപ്പേൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്. അവിടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് അമ്മയുടെ മാമൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് ബാഗ് എടുത്തിട്ട് ഒരു മോയ്സ്ചറൈസറായിട്ട് ഡൗ അപ്ലൈ ചെയ്തു. അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തായാലും വെയിൽ കൊണ്ട് ടാൻ അടിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സൺസ്ക്രീൻ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാച്ചോസിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ പൊതുവെ യൂസ് ചെയ്യാറ്. നാച്ചോസിൻ്റെ യൂസ് ചെയ്യാറുണ്ട്, ലാക്മിയുടെ യൂസ് ചെയ്യലുണ്ട്. പിന്നെ ഞാൻ 2 BB ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫെയർ ലവ്ലിയും പിന്നെ ഒന്ന് പോൺസിൻ്റെ ആണ്. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ 2 വേറെ ഷെയ്ഡായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഐ ഷാഡോ ഇടാനുണ്ടായിരുന്നു. ഞാൻ ലൈറ്റായിട്ടുള്ളൊരു കളറാണ് യൂസ് ചെയ്തത്, ഐ ഷാഡോ. അതിനുശേഷം ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ വേറൊരു ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ 2 ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു ചുണ്ടിൽ. പിന്നെ ഐലൈനർ വെച്ച് മുകളിൽ കണ്ണെഴുതി. എനിക്ക് ഈ ഫോണിൽ നോക്കിയിട്ട് എനിക്ക് കണ്ണെഴുതാൻ പറ്റില്ല. പിന്നെ ചെറിയ കണ്ണാടിയിലും പറ്റില്ല. ലാസ്റ്റ് ഞാൻ വലിയ കണ്ണാടി നോക്കിയിട്ട് കണ്ണെഴുതിയിട്ട് വന്നതാണ്. കുറച്ച് വാലൊക്കെ ഇട്ടു. പിന്നെ ജസ്റ്റ് ഈ ഒരു ബ്രഷ് പോലത്തെ സംഭവം വെച്ച് ഞാൻ ജസ്റ്റ് ഒരു മസ്കാര പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ മേബ്ലൈൻ്റെ ഒരു ലിപ്സ്റ്റിക്കും പിന്നെ ഡാസ്ലറുടെ DL003 ഷെയ്ഡിലെ ലിപ്സ്റ്റിക്കും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇതൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ചുണ്ട് ഭയങ്കര ഡാർക്കായി തോന്നിയേ. അപ്പം ഞാൻ കുറച്ച് പൗഡർ ചുണ്ടിലിട്ട് കൊടുത്തു. എനിക്ക് മുഖത്ത് പൗഡർ ഞാൻ ആക്കാറില്ല, എനിക്ക് ചൊറിയും ഗൈസ്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടാറുണ്ട്. അപ്പം ജസ്റ്റ് എന്താ പറയുക, നല്ലത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കളറ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഹെയറൊക്കെ നല്ലപോലെ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു കമ്മലിടാമെന്നാണ്. പിന്നെ ഞാൻ അതൊക്കെ മാറ്റി ഒരു കമ്മലിട്ടു, എൻ്റെ കോസ്റ്റ്യൂം ഇട്ടു. ഞാനൊരു പൊട്ടുകൂടി തൊട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചേച്ചി ഗൈസ്, ഞങ്ങൾ 2 പേരും അവിടെ റെഡി ആയിരുന്നു. പിന്നെ എനിക്കൊരു ന്യൂ പാദസരം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. ഈ ഒരു ചപ്പൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. കുറച്ച് ഹീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേസ്ലെറ്റ് ഇട്ടു, വാച്ചിട്ടു, മോതിരമൊക്കെ ഇട്ടു. ഇതായിരുന്നു ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ഞങ്ങൾ 2 പേരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നേരെ എൻ്റെ സ്കൂളിലേക്ക് പോയി ഗൈസ്. പാരിഷാളിൽ അവിടെ നിന്നായിരുന്നു മാരേജ്. അവിടെ ഞങ്ങൾ ചോറും തിന്നി ഇറങ്ങി. അമ്മമ്മേനെ കൂട്ടാനുണ്ടായിരുന്നു. അതേ വഴി ഞങ്ങൾക്ക് അമ്മയുടെ മാമൻ്റെ മോൻ്റെ കല്യാണത്തിന് പോകേണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ അവിടുന്ന് കിണറ്റിൽ നിന്ന് നല്ല വെള്ളമൊക്കെ കോരി കുടിച്ചു. അവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ അമ്മമ്മേനെ അവിടുന്ന് കൂട്ടി. പിന്നെ അവിടെ കുറ്റിയാടി നിക്ഷാൻ പാർക്കിംഗ് കണ്ടു. ഞാൻ നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ പരസ്യം കണ്ടിട്ടുള്ളൂ, ഇതുവരെ അവിടെ കണ്ടില്ലായിരുന്നു. അങ്ങനെ ഇന്നത് കണ്ടു. അവിടെ കയറിയൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് പോകുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടതാണ്. പിന്നെ ഞങ്ങൾ കാറിൽ നല്ല പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ ഒരു 3:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. കാറ് അമ്മയുടെ മാമൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്തു.
പിന്നെ ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ പുടവയും കൊണ്ടൊക്കെ പോയി അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഒരു നൈറ്റായപ്പോൾ ഇവിടുന്ന് ചോറും സാമ്പാറൊക്കെ കഴിച്ചു ഗൈസ്. ഇങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. എനിക്ക് രാത്രി അവിടുന്ന് വയലിൻ്റെ അടുക്കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണ വീട്ടിലെ നൈറ്റാണ്. ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അമ്മയ്ക്ക് ടോട്ടൽ 4 മാമന്മാരാണുള്ളത്. കല്യാണ വ്ളോഗ് നാളെ ഇടുന്നതായിരിക്കും. ഇത് വേറൊരു മാമൻ്റെ വീടാണ്. ഞങ്ങൾ അവിടെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ് വെച്ചത്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നോക്കുമ്പോൾ നൈറ്റ് കുറ്റിയായിട്ട് ഭയങ്കര ബ്ലോക്ക്. പിന്നെ എന്നോട് കുറച്ച് ഉറങ്ങിപ്പോയി വണ്ടിയിൽ. വീട്ടിലെത്തിയപ്പോൾ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മുടിയുടെ ചിളയൊക്കെ കളഞ്ഞ് ഞാൻ കുളിച്ചു. അപ്പോൾ ഒന്ന് ഉഷാറായി. പിന്നെ ഞാൻ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ എനിക്ക് വിശന്നു ഗൈസ്. അപ്പോൾ ഞാൻ എണീറ്റ് കുറച്ച് അമ്മ പഴങ്കഞ്ഞി പോലെ ആക്കി തന്നു, ഉപ്പിലിട്ട് നെല്ലിക്കൊക്കെ തന്നു, പിന്നെ ബൂസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.